ക്രിസ്ത്യാനിറ്റി എന്തുകൊണ്ടാണ് മതമല്ല എന്ന് പറയുന്നത്? നമുക്കറിയാം, ലോകത്ത് നിരവധി മതങ്ങളുണ്ട്. ക്രിസ്ത്യാനിറ്റിയെയും സാധാരണ രീതിയിൽ ഇത്തരം നിരവധി മതങ്ങളിൽ ഒരു മതമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയതയെ ഒരിക്കലും ഒരു മതമായി കാണുവാൻ നമുക്ക് കഴിയത്തില്ല. മറിച്ച് അതൊരു മാർഗമാണ്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി മതമല്ലാതിരിക്കുന്നത്? മതം എന്ന് പറയുന്നത് ശരിക്കും മനുഷ്യൻ്റെ സ്വയനീതിയുടെ ഒരു സംഘടിത രൂപത്തെയാണ് യഥാർത്ഥത്തിൽ മതം എന്ന് നമ്മൾ വിളിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ദൈവനീതിക്ക് എതിരായി മനുഷ്യൻ അവൻ്റെ ഇച്ഛാശക്തിയിൽ, അവൻ്റെ ഫ്രീ വില്ലിൽ സ്വയമായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന നീതികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആ ഒരു സംഘടിത രൂപത്തെയാണ് മതമെന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ഒരു തുടക്കം ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. നിമ്രോദ് തൻ്റെ കൂടെയുള്ളവരെ കൂട്ടി വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു ബാബേൽ ഗോപുരം പണിയുന്നുണ്ട്. ദൈവം അതിനെ കലക്കിക്കളഞ്ഞത് എന്തുകൊണ്ടാണ്? മനുഷ്യൻ്റെ പ്രയത്നത്തെ ദൈവം എന്തുകൊണ്ടാണ് വില കൽപ്പിക്കാത്തതെന്നൊക്കെ ചിലർ ചോദിച്ചിരുന്നു. ഞാൻ ഈ ചോദ്യം പല സമയത്തായി ഫേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ഇതാണ്: ഒരു മതത്തെ നീതിക്ക് എതിരായി നിമ്രോദിൻ്റെ ഫ്രീ വില്ലിലുണ്ടായ ആ ഒരു സ്വയനീതി അതൊരു സംഘടിത രൂപമായി മാറുമ്പോൾ മതമായി മാറിയേക്കാമെന്നുള്ള മുന്നറിവ് കൊണ്ടാണ് ദൈവം അവരുടെ ആ പ്രയത്നത്തെ തുടക്കത്തിലെ തന്നെ കലകിക്കളഞ്ഞത്. പക്ഷേ മനുഷ്യൻ എപ്പോഴും ദൈവത്തോട് കലഹിച്ചു നിൽക്കുന്നത് കൊണ്ട്, അങ്ങനെ ഒരു മനസ്സ് അവൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഈ മതം ദൈവത്തിൻ്റെ മാർഗത്തിന് പാരലലായി അല്ലെങ്കിൽ സമാന്തരമായി അന്നു മുതലേ ഒഴുകി തുടങ്ങി. ഇന്നും നമുക്ക് ചുറ്റിനും കാണുന്ന എല്ലാ മതങ്ങളും ക്രിസ്തീയതയെ മതമായിട്ട് കാണുന്ന ആ ഒരു ധാര പോലും യഥാർത്ഥത്തിൽ സ്വയനീതിയുടെ സംഘടിതമായ ഒരു രൂപമാണ്. ഏതനീതിയും പാപമാകുന്നു എന്നാണ് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഏതനീതിയും പാപമാകുന്നു. ദൈവനീതിക്കെതിരായിട്ടുള്ള എല്ലാ നീതികളും അനീതിയായിട്ടാണ് വേദപുസ്തകം കാണുന്നത്. മനുഷ്യൻ്റെ ഉള്ളിൽ, അവൻ്റെ ഹൃദയത്തിൽ സ്വയമായി ഉണ്ടാക്കിയെടുക്കുന്ന ആ നീതിയെ ദൈവം അനീതി എന്നാണ് വിളിക്കുന്നത്. കാരണം ഏതാണ് തിന്മ, ഏതാണ് നന്മ എന്ന് തിരിച്ചറിയാത്ത മനുഷ്യർ അവരുടെ ഹൃദയത്തിൽ തോന്നിയ രീതിയിൽ ഒരു നീതിയെ ഉണ്ടാക്കിയെടുക്കുകയും ആ നീതി ദൈവനീതിക്ക് സമാന്തരമായി ഒരു സംഘടിത രൂപമായി ഒഴുകുവാൻ തുടങ്ങിയതോടുകൂടിയാണ് എല്ലാ മതങ്ങളുടെയും ആരംഭം തുടങ്ങുന്നത്. ഈ ഒരു അർത്ഥത്തിൽ, ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കിയാൽ, ഈ ഒരു ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കാണുവാൻ തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാകും, ദൈവം നിർണയിച്ചു വച്ചിരിക്കുന്ന ഒരു സംഘടിതമായ ഒരു മതമല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. മറിച്ച് ദൈവത്തിൻ്റെ നീതിയിലേക്ക് ക്രിസ്തു യേശുവിലുള്ള വിശ്വാസം മൂലം നമ്മൾ കയറുകയും നമ്മുടെ നീതി ക്രിസ്തു യേശുവിൻ്റെ നീതി കൊണ്ട് മാറ്റപ്പെടുകയും നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ നീതി വന്ന് നിറയുകയും ചെയ്യുന്ന ഒരു മാർഗമാണ്, ഒരു ജീവിത രീതിയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഇത് മതമല്ല. അതുകൊണ്ട് തന്നെ ഈ മാർഗത്തിലേക്ക് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സദാസമയവും കടന്നു വരുവാൻ സാധിക്കും. ക്രിസ്തു യേശുവിലുള്ള വിശ്വാസം മൂലം ദൈവത്തിൻ്റെ നീതിയെ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും. ആമേൻ.